ഡബിൾ കട്ടോരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സിംഗിൾ കട്ടോരിയാണ്. അപ്പോൾ ഈ സിംഗിൾ കട്ടോരി നമ്മൾ ആദ്യം നമ്മുടെ ബ്ലൗസിൻ്റെ സാധാ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുക. അപ്പോൾ ഞാനിത് 36 സൈസിലാണ് എടുക്കുന്നത് കേട്ടോ. അത് കട്ട് ചെയ്തു. സിമ്പിളായിട്ട് ഞാൻ കാണിക്കുകയാണ്. നമ്മളിത് കട്ട് ചെയ്തെടുത്തു. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്ത് എടുത്തത്. ഇതിൻ്റെ ബെൽറ്റ് പീസും നമ്മൾ കട്ട് ചെയ്യുക. ബെൽറ്റ് പീസ് ഇത് കഴിഞ്ഞിട്ടായാലും മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബെസ്റ്റ് പോയിന്റ് വരുന്നത്, ബെസ്റ്റ് സെപ്പറേഷനൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ബെസ്റ്റ് സെപ്പറേഷൻ ഞാൻ 4 എടുക്കുന്നത്. വണ്ണം കൂടിയവർക്കാണെങ്കിൽ 4.5 എടുക്കാം. ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്ക് കേട്ടോ 4.25 എടുക്കാം. 4.5 വേണമെന്നില്ല, 4.25 എടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് 4 ഇഞ്ചാണ്. 4 ഇഞ്ച് മതി. അപ്പോൾ ഇവരുടെ ബെസ്റ്റ് പോയിന്റ് വന്നേക്കുന്നത് 9.5 കേട്ടോ. 9.5 ബെസ്റ്റ് പോയിന്റ്. ഞാൻ അവിടെ നിന്ന് 1 ഇഞ്ച് താഴ്ത്തിയാണ് ഇത് വരച്ചു കൊടുത്തേക്കുന്നത് സാധാ ബ്ലൗസിൽ. നമ്മൾ കട്ടോരി 1 എടുക്കുമ്പോൾ, അതായത് സിംഗിൾ കട്ടോരി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പോയിന്റ് വരെ ഇതിങ്ങനെ നീട്ടി കൊടുക്കുക. ഓക്കെ, പോയിന്റ് വരെ ലെങ്ത് കൂട്ടുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതെടുത്തേക്കുന്ന 1.25, അതും കൂട്ടിക്കൊടുക്കുക. 2.25 വെച്ച് നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് ബെസ്റ്റ് സൈസ് കൂടുകയും ചെയ്യും, നല്ല ഭംഗിയായിട്ട് ഇടുകയും ചെയ്യാം കേട്ടോ. കണ്ട ഇത് കൂടിയ നോക്കി. അപ്പോൾ ഇതിൻ്റെ അളവിൽ തന്നെ നമുക്ക് വ്യത്യാസം വരികയാണ്. ഇത് കണ്ടോ ഇത്രയും ഇങ്ങനെ കൂടി വരികയാണ്. അത് നമുക്ക് കൂട്ടിയെടുക്കാം. ഓക്കെ, അപ്പം അത് മനസ്സിലായല്ലോ. നമ്മുടെ ബെസ്റ്റ് പോയിന്റ് എത്രയാണോ ബെസ്റ്റ് പോയിന്റ് അവിടെ തന്നെ നമ്മൾ ബെസ്റ്റ് പോയിന്റിൽ നിന്ന് താഴോട്ട് നീക്കിയാണ് എടുക്കുന്നത്. ഇത് ബെസ്റ്റ് പോയിന്റിൽ തന്നെ, അതായത് ബെസ്റ്റ് പോയിന്റിൽ നിന്ന് താഴേക്ക് നീട്ടിയാണ് നമ്മൾ ഡാർട്ട് പോയിന്റ് കാണുന്നത്. ഡാർട്ട് പോയിന്റ് അല്ല, ബെസ്റ്റ് പോയിന്റ് തന്നെ എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഡാർട്ടിന്റെ വിഡ്ത്ത് കൂട്ടി കൊടുക്കുക. ഡാർട്ട് ലെങ്തും കൂട്ടുക, ഡാർട്ടിന്റെ വിഡ്ത്തും കൂട്ടുക. ഓക്കെ, അതിനുശേഷം നമ്മൾ പറഞ്ഞു, ഞാനിത് പറഞ്ഞു തന്നു, ചെസ്റ്റിന്റെ 12-1 36 ആകുമ്പോൾ 12-3 36 വരുന്നത്. അപ്പോൾ ഇവിടാണ് വരുന്നത്. നമുക്ക് ഒരു 1/2 ഇഞ്ച് കൂടെ മുകളിലേക്ക് ഉയർത്തിയെടുക്കാം. ഉയർത്തിയെടുത്തിട്ട് ഇവിടെ 4 എടുത്തത്, ഇവിടെ 4 തന്നെ എടുക്കാം. അതല്ല നിങ്ങൾക്ക് ഇവിടെ, അതായത് ബ്രസ്റ്റിന്റെ ഈ സൈഡ് നമുക്ക് ഒത്തിരി കൂടെ കയറിയിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനേൽ ഇത്തിരി കൂടെ കൂട്ടി കൊടുക്കാം. അത് നമ്മളുടെ സൗകര്യം പോലെ നമുക്ക് ഇഷ്ടമുള്ളത് മീൻസ് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ട്. ഇത് എവിടെ വരണം, ഈ കട്ടിങ് എവിടെ വരണമെന്നുള്ളത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടെ കൂട്ടി എടുക്കാം കേട്ടോ. അപ്പം ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് 4. കണ്ടോ, വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് ഒരു പാടുമില്ലാത്തതാണ്. സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, കണ്ടോ. അപ്പം നമുക്ക് ഇത് സിമ്പിളായിട്ട് നമുക്ക് കിട്ടിയത് സിംഗിൾ കട്ടോരി ബ്ലൗസാണ്. വളരെ സിമ്പിളായിട്ട് എടുക്കാം. ഇതിന് നമ്മൾ ഇനി പിന്നെ ഇതിൻ്റെ തയ്യൽ തുമ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതെടുത്താൽ മതിയാവും. കണ്ടോ, ഇത് നമ്മൾ എടുക്കുമ്പോൾ ഇനിയിപ്പോൾ മറ്റേത് നമുക്ക് ഇവിടെ കട്ടിങ് വരും. അപ്പൊ ഈ സിംഗിൾ കട്ടോരി ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് സ്ലാഷ് ചെയ്ത് വേണമെങ്കിൽ ഒട്ടിച്ചിട്ട് നമുക്ക് ചെയ്യാം. സ്ലാഷ് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷവും നമുക്കിത് ചെയ്യാം. അപ്പൊ നല്ല പോയിന്റിൽ നിൽക്കും. അതല്ല ഇത് മാത്രം മതിയെങ്കിൽ ഇങ്ങനെ മാത്രം കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിന്റെ ബെൽറ്റ് പീസും നമ്മൾ റെഡിയാക്കണം. ഞാൻ ബെൽറ്റ് പീസും എടുത്തിട്ടുണ്ട് കേട്ടോ. ബെൽറ്റ് പീസും നമുക്ക് കറക്റ്റായിട്ട് എടുക്കുക. ഇനി നമുക്ക് ഈ തുണിയിൽ ഇത് കട്ട് ചെയ്തെടുക്കണം. ഇത് തുണിയിലെടുക്കുമ്പോൾ ഈ പീസ് നമ്മൾ ക്രോസ് കട്ടിങ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ബാക്ക് എടുത്തിട്ടുണ്ട്. ഞാനതെല്ലാം കൂടെ കാണിച്ച് സമയം കളയുന്നില്ല, അതുകൊണ്ടാണ് ബാക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടാണ് എടുക്കേണ്ടത്.
ഇതിങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കും. ബെൽറ്റ് പീസും കിട്ടും. 1 മീറ്ററിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ബാക്ക് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, കണ്ടോ? തയ്യൽ തുമ്പോട് കൂടിയാണ് വെട്ടേണ്ടത്. അപ്പോൾ വരച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ, നെക്കിൻ്റെ ഇവിടെ ഇത് ക്രോസ് പീസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഇവിടെ ഒന്നും സീം അലവൻസിൻ്റെ ആവശ്യമേ നമുക്കില്ല. ഇവിടെ സീം അലവൻസിൻ്റെ ആവശ്യമില്ല. പാഡും കട്ട് ചെയ്തെടുക്കാം. പാഡിനും സീം അലവൻസിൻ്റെ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടാണ് ഇത് തയ്ക്കാൻ പറ്റുന്നത്. ബ്ലൗസ് തയ്ക്കാൻ അറിയാവുന്നവർക്ക് വളരെ സിമ്പിളാണ് കേട്ടോ. ഓരോ സൈസിൻ്റെ കട്ടോരി ബ്ലൗസ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പം ഞാനത് പിന്നീട് കാണിക്കുന്നതായിരിക്കും. ഇപ്പം ഞാനത് കണ്ടോ, സിംഗിൾ കട്ടോരി. ഇനി ഇതിൻ്റെ ഡാർട്ട് നമ്മൾ അടയാളപ്പെടുത്തണം. കണ്ടോ, ഡാർട്ട് അടയാളപ്പെടുത്താൻ തയ്യൽ തുമ്പൊക്കെ ഇട്ടത് ഇങ്ങനെ കൊടുക്കുക. പോയിന്റ് സ്റ്റിലറ്റോ ഉപയോഗിച്ചായിരുന്നെങ്കിൽ ഇവിടെ ഓക്കെ. കണ്ടോ, ഇത്രയും ഡാർട്ട് പോവും. കണ്ടോ, അപ്പോൾ കപ്പ് സൈസ് കറക്റ്റായിട്ട് വരും. അത് ഒതുങ്ങി നിൽക്കുകയും ചെയ്യും.